മക്കളെ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ചോദ്യങ്ങളാണ് അല്ലേ. പ്രോഡക്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ കൺവേർഷൻസ് ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം തന്നെ നോക്കിക്കേ, ഇതിലെ പ്രോഡക്ട്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടുത്തെ റിയേജൻസ് എന്ന് പറയുന്നത് ഡൈബൊറൈൻ ആണ് അല്ലെ. ഒപ്പം തന്നെ ആൽക്കലിയും ഹൈഡ്രജൻ പെറോക്സൈഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഈ റിയാക്ഷൻ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് ഈ റിയാക്ഷൻ? യെസ്, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ നടത്തേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ബ്യൂട്ടീൻ എന്ന് പറയുന്നത് ബ്യൂട്ടാൻ 1 ഓൾ ആയിട്ട് മാറുന്നതാണ്. ഇനി സെക്കൻഡ് റിയാക്ഷൻ നോക്കാം. അവിടുത്തെ റിയേജന്റ് എന്ന് പറയുന്നത് ഫീനോൾ ആണ് അല്ലെ. ഫീനോൾ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. സോ ഇത് ഏത് പ്രോസസ് ആണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോപ്സ് റിയാക്ഷൻ ആണ് അല്ലെ. ഈ ഒരു കോപ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് കൺവേർഷൻ ക്വസ്റ്റ്യൻസ്, പ്രോഡക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലൈവായിട്ട് നമുക്ക് കാണാം. നാളെ വൈകിട്ട് കൃത്യം 7 മണിക്ക് എല്ലാവരും ഉണ്ടാവണം.